കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ വളരെ ദൃഢതരമായ ഒരു തീരുമാനവും താല്പര്യവുമാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ആയിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ഞാൻ പ്രിയപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അഥേനയിൽ നിന്നാണ് അദ്ദേഹം കോരിന്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അഥേനയിൽ അരയോപക കുന്നിൽ അദ്ദേഹം ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ഒരു കവി വര്യന്മാർ പറഞ്ഞ ആ വാക്കുകളൊക്കെ ആവർത്തിച്ചു പറഞ്ഞ് അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കത്തക്കവണ്ണം അദ്ദേഹം തൻ്റെ ജ്ഞാനം ഉപയോഗിച്ചെങ്കിലും താൻ താല്പര്യപ്പെട്ട നിലവാരത്തിൽ അവിടെ അത് പ്രയോജനം ചെയ്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് അദ്ദേഹം ജ്ഞാനിയല്ല എന്ന് വരുന്നില്ല, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുന്നു, മറ്റൊരുത്തൻ അതിൻ്റെ മീതെ പണിയുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ അദ്ദേഹം ജ്ഞാനമുള്ള വ്യക്തിയാണ്. മാത്രമല്ല, അതേ അധ്യായത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയും. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസ്താവിക്കുന്നു, പറയുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും വലിയ വിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് അനായാസമായി മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു കാരണം, എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ മറ്റൊരു കാരണം എൻ്റെ ചിന്തയിൽ വന്നത് കൊരിന്ത്യ സഭയുടെ ചില സവിശേഷതകളാണ്. വിശേഷാൽ ഈ വ്യക്തിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഈ സഭയുടെ മനോഭാവവും പെരുമാറ്റ രീതിയും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റൊന്നും അറിയാത്തവനായി അവരുടെ ഇടയിൽ ഇരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം ഒത്തിരി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വാക്കുകളിൽ മാത്രം പറഞ്ഞു വിടുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിലേറ്റവും പ്രഥമമായ കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലത്വം ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഓർക്കുക, അഥേനയിൽ നിന്ന് കൊരിന്തിൽ വന്നു അദ്ദേഹം അക്വിലാവിനോടും പ്രിസ്കിലയോടും ഒക്കെ ചേർന്ന് അവിടെ 1.5 വർഷക്കാലം കണ്ണുനീരോടുകൂടെ പാർത്ത് അദ്ദേഹം സ്ഥാപിച്ച സഭയാണ്. എന്നാൽ അവിടെ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല എന്ന് അദ്ദേഹം വേദനയോടുകൂടെ പറയുമ്പോൾ അതാണ് അതിൻ്റെ കാരണമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കള്ളയപ്പോസ്തോലന്മാർ വിലസുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടെ നമുക്കവിടെ സമാനമായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന കള്ളയപ്പോസ്തോലന്മാർ വിലസുന്നത് 21-ാം നൂറ്റാണ്ടിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നില്ല, 1-ാം നൂറ്റാണ്ടിൽ തന്നെ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ എഴുതുന്നത്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, നാമല്ലോ പരിച്ഛേദനക്കാർ. ഹല്ലേലൂയ. കള്ള അപ്പോസ്തലന്മാർക്ക് വിലസണമെങ്കിൽ യഥാർത്ഥ
അപ്പസ്തോലത്വം ചോദ്യം ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. എന്നാൽ എഫെസോസ് സഭയുടെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവരെക്കുറിച്ച് ഒരു കുറ്റം പറയുന്നുണ്ട്. നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും അനേക സവിശേഷതകൾ അവർക്കുള്ളതിൽ ഒരു സവിശേഷത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കള്ളയപ്പോസ്തോലന്മാരെ തിരിച്ചറിയാനുള്ള വിവേചന വരമുള്ളവരായിരുന്നു എഫെസോസിലെ വിശ്വാസികൾ. എന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, വിശേഷാൽ ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ആരൊക്കെ അപ്പസ്തോലത്വം ചോദ്യം ചെയ്താലും, ആരൊക്കെ ശുശ്രൂഷ ചോദ്യം ചെയ്താലും അഹരോന്റെ വടി തളിർക്കുവാൻ ഇടയായി തീരും. അത് മത്സരികൾക്കൊരടയാളം എന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ നിന്റെ ശുശ്രൂഷ കാലം തെളിയിക്കുന്നതാണ്. നിന്റെ ശുശ്രൂഷ തെളിയിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. കള്ളയപ്പോസ്തോലന്മാർ വിലസുമ്പോൾ യഥാർത്ഥ അപ്പോസ്തോലന്മാർക്ക് നൊമ്പരമുണ്ടാകുമെങ്കിലും ഇതിനെ തരം തിരിക്കുവാൻ കഴിയുന്ന സർവശക്തൻ ഉയരത്തിലുണ്ട്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവനാകിയാൽ ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ബലഹീനതയെ വരെ പരിഹസിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതാണ്. പക്ഷെങ്കിൽ നേരിട്ട് കണ്ടാൽ കരഞ്ഞു പോകും എന്ന് പറയുന്ന തൻ്റെ ശാരീരിക സ്ഥിതിയെ പോലും ആക്ഷേപിക്കുന്ന നിലവാരത്തിൽ അദ്ദേഹം സ്ഥാപിച്ച സഭ എത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ആയിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല, ലോകത്തിലുള്ള മറ്റൊരു ശക്തിയാലുമല്ല. എനിക്ക് ഒറ്റ കാര്യത്തിലെ ആശ്രയിക്കാനുള്ളൂ. എനിക്ക് പ്രശംസിക്കുവാനുള്ളത് എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മാത്രമാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചുവെന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെ ദുഃഖിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം ഭൗതിക നന്മകൾ മുടക്കുന്നു എന്നുള്ളതാണ്. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, വിശേഷാൽ വചനത്തിൽ ശുശ്രൂഷിക്കുന്നവരെ നന്നായി മാനിക്കണം എന്ന് വേദപുസ്തകം പറയുമ്പോൾ കൊരിന്ത്യ സഭയോട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകാതിരിക്കാൻ മറ്റുള്ള സഭകളിൽ നിന്ന്, വിശേഷാൽ മക്കദോന്യയിലുള്ള സഭക്കാരുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ആയിരുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മാനിക്കേണ്ടവർ മാനിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഇടയിൽ വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, എല്ലായ്പ്പോഴും പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്നാണിത്. നന്മകൾ മുടക്കുക, ചീത്തപ്പേരുണ്ടാക്കുക, ദുഷ്കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, നീ നോക്കുന്നത് ക്രിസ്തുവിന്റെ മുഖത്തേക്കാണെങ്കിൽ നീ ലജ്ജിക്കേണ്ടി വരികയില്ല. എന്നെയും നിങ്ങളെയും ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നടത്തുന്ന ആ കർത്താവിന്റെ നാമം ഒന്ന് മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. ആ നാമം ഒന്ന് ഉയർത്തപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഈ പറയപ്പെട്ട സാഹചര്യങ്ങളെ ഒന്നും വിശുദ്ധ പൗലോസ് ഗൗനിക്കുന്നില്ല. അദ്ദേഹം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. മറിച്ച്
അദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രവൃത്തിയും ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. എന്തുകൊണ്ട് ഈ വിമർശനങ്ങളെയെല്ലാം അദ്ദേഹം നിസാരവൽക്കരിച്ചു? എന്തുകൊണ്ട് ഇതിനെയെല്ലാം അദ്ദേഹം അവഗണിച്ചു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ അദ്ദേഹത്തിന് വിവിധ ജീവിത ലക്ഷ്യങ്ങളുണ്ട്. വളരെ പരമപ്രധാനമായ ജീവിത ലക്ഷ്യങ്ങളുള്ളയാളാണ്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് ഞങ്ങൾ അവരെ ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വല്ല വിധേനയും തൻ്റെ ജനത്തെ നേടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. യെരുശലേമിൽ പ്രസംഗിച്ചതുപോലെ റോമയിലും പ്രസംഗിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ വിശുദ്ധ പൗലോസിനോട് നമ്മൾ ചോദിക്കുകയാണ്, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അൾട്ടിമേറ്റ് ഗോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയുവാനുള്ളത്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാനും ഓടുന്നതേ ഉള്ളൂ. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു എന്ന് അദ്ദേഹം ജീവിത സായാഹ്നത്തിൽ പറയുന്നെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ! ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഒരോട്ടം തികയ്ക്കുവാനുണ്ട്. ഹല്ലേലൂയ! കുട്ടനാടൻ ഭാഗങ്ങളിലുള്ള ആളുകൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് ഈ വള്ളംകളിയുടെയൊക്കെ തലസ്ഥാനം. ഇപ്പം 2 വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കട്ടക്കട്ട പോകുന്ന സാഹചര്യം വന്നാൽ തോക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന വള്ളക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ വള്ളത്തേൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് കോമാളിത്തരങ്ങൾ കാണിക്കും. അതിൽ നിന്നുകൊണ്ട് അവൻ അശ്ലീലമായ ഫലിതങ്ങൾ വിളിച്ചു പറയും. അവൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തത്തില്ല. എന്നാൽ എത്താൻ സാധ്യതയുള്ള ഈ വള്ളക്കാരെ ലക്ഷ്യത്തിലെത്താതിരിക്കാൻ കോമാളി വേഷങ്ങൾ കാണിക്കുന്നവർ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ ഇടയാകരുത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവഭൃത്യന്മാരോട് ഞാൻ വിശേഷാൽ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഒരു ശുശ്രൂഷ ചെയ്തു തീർക്കുവാനുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു ഓട്ടം അവസാനിപ്പിക്കുവാനുണ്ട്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഏകാഗ്രത തെറ്റിക്കത്തക്കവണ്ണം സമീപത്ത് നിന്ന് കോമാളിത്തം കാണിക്കുന്ന വ്യക്തികളിലേക്ക് ആകർഷിക്കപ്പെടുവാനല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനമോർത്ത് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഓട്ടം തികയ്ക്കുവാനുണ്ട്. ഹല്ലേലൂയ! ലക്ഷ്യം തെറ്റിക്കുന്ന കോമാളികൾ വള്ളംകളിയിൽ മാത്രമല്ലുള്ളത്, സഭയ്ക്കകത്തും വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്കൊരു ലക്ഷ്യം പൂർത്തീകരിക്കുവാനുണ്ട്. ഇനി നമ്മൾ അറിവിനെ കുറിച്ച് പറഞ്ഞാൽ, വിശുദ്ധ പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കാൾ എത്രയോ അറിവ് വർദ്ധിച്ചു എന്ന് പറയാൻ പറ്റില്ല. അറിയിപ്പുകൾ വർദ്ധിക്കപ്പെട്ട, ഇൻഫർമേഷൻ വർദ്ധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു 3 കാര്യങ്ങൾ ഓരോ വാക്കിൽ പറയുവാൻ എനിക്ക് പ്രേരണയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭ്യമാകുന്ന ഈ ഇൻഫർമേഷൻ പലതും അൺവാണ്ടഡ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇത് അൺലിമിറ്റഡ് ആണ്, ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് അൺസെൻസേർഡ് ആണ്. ഇതിന് യാതൊരു ഉത്തരവാദിത്വമുള്ള വാക്കുകളല്ല, കോമാളിത്വം മാത്രമാണ്. നമ്മൾ അതിനുവേണ്ടി ഈ നാളുകളിൽ സമയം ചെലവഴിക്കുന്നവരാകുവാനല്ല. വിശുദ്ധ പൗലോസിനെ പോലെ നമുക്ക് പറയാം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഭയത്തോടും കണ്ണുനീരോടുകൂടും പ്രസംഗിച്ചത് നിങ്ങളെല്ലാവരും നിത്യതയ്ക്ക് അവകാശികളാകുന്നതിന് വേണ്ടിയാണ്. ഇന്ന് രാത്രികാലം ബഹുമാന്യനായ വത്സൻ ചാൻ എനിക്ക് തന്ന ഈ വിഷയം നിങ്ങൾ ചാറ്റ് GPT-യോട് ചോദിച്ചാൽ നിങ്ങൾക്ക് നിരവധി പ്രസംഗങ്ങൾ ലഭ്യമാകും. അതറിയാവുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മൾ ഈ പന്തലിനടിയിൽ നമ്മുടെ അപ്പന്മാരും നമ്മുടെ വല്യപ്പന്മാരുമൊക്കെ പട്ടിണിക്കും പരിവട്ടത്തിനുമിടയിൽ ഏറ്റവും ശ്രേഷ്ഠമായി വിചാരിച്ച് ആണ്ടിലൊരിക്കൽ വരുന്ന ഈ കുമ്പനാട് കൺവെൻഷനിൽ ആർഭാടത്തോടെ നമ്മൾ വന്നിരിക്കുന്നുവെങ്കിൽ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് സകല ജ്ഞാനവും പരിജ്ഞാനവും ഗുപ്തമായി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സകല സമ്പൂർണതയും പൂർണ്ണമായി വെളിപ്പെട്ടു വന്നിരിക്കുന്ന യേശുവിനെ രുചിച്ചറിയുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേര് ആ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്? ആ അധരങ്ങളൊന്ന് തുറക്കപ്പെടട്ടെ, ആ ഹൃദയങ്ങളൊന്ന് തുറക്കപ്പെട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ രക്ഷകനായ കർത്താവിനെ നമ്മൾ ഭയം കൂടാതെ ആരാധിക്കുന്ന ഒരു രാത്രിയായി തീരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. എന്തുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭ്യമായ ക്രൂശിന്റെ ദർശനമാണ്. ആമേൻ. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ കണ്ടു അദ്ദേഹം ആളാകെ മാറി. ചരിത്രം നമുക്ക് അറിവുള്ളതാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ക്രൂശിന്റെ ദർശനം ലഭ്യമായവൻ അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ അവൻ ഈ ശബ്ദകോലാഹലങ്ങൾക്ക് വേണ്ടി ഒന്നും ചെവി കൊടുക്കുന്ന വ്യക്തിയല്ല. അവന് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ട്. ഇനി ഈ ക്രൂശിന്റെ ദർശനം ലഭ്യമായില്ലെങ്കിലോ അല്പകാര്യം എനിക്ക് പറയാൻ പ്രേരണയുണ്ട്. വളരെ വേഗതയിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശിന്റെ ദർശനം ലഭ്യമായില്ലെങ്കിൽ പിന്നീട് നമ്മുടെ നോട്ടം എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ മഹത്വത്തിലേക്കാണ്. ആമേൻ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കിരീടം വേണ്ട കാലഘട്ടമാണ്. പക്ഷെ ക്രൂശ് ഉള്ള കിരീടം ആവശ്യമില്ല. ക്രൂശില്ലാത്ത കിരീടം ലഭ്യമാകുക. പെയിൻലെസ് പെന്തക്കോസ്റ്റ്, ഒരു വേദനയും ചിലവുമില്ലാത്ത പെന്തക്കോസ്റ്റ്, അതിനുവേണ്ടി ആളുകൾ ഓടുന്ന, അത് ധാരാളമായി വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഏറ്റവും അറിവുള്ള ഒരു ഭാഗമാണ് സബദി മക്കൾ അല്ലെങ്കിൽ ശലോമ. രണ്ട് ഭാഗത്ത് മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും നമ്മളത് കാണുന്നു. അവർ വന്നിട്ട് കർത്താവിനോട് പറയുന്ന ഒരു ചെറിയ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന, ഞങ്ങൾ രണ്ടുപേരും നിന്റെ മഹത്വത്തിൽ ഇടത്തും വലത്തും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അനുവദിക്കണം. അതാണ്. അപ്പോൾ തീർച്ചയായും കർത്താവിനോട് അവരങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവരാണ്. എന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം വായിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ റിക്വസ്റ്റ് കേട്ട്, ഈ പ്രേയർ കേട്ട് ശേഷമുള്ള 10 പേർ നീരസപ്പെട്ടു. അപ്പൊ എന്താണ് അവരുടെ മനോവികാരം? ഓ, യേശുവിനോട് കൂടി ഇത്രയും നാൾ നടന്നിട്ട് ഇവർക്ക് യേശുവിൻ്റെ ഒരു തത്വശാസ്ത്രവും പിടികിട്ടിയില്ല. അവർ യേശുവിൻ്റെ ഇടത്തും വലത്തും മഹത്വത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ദോഷികളാണ് എന്നുള്ള വിമർശനമാണ് ആദ്യം വരുന്നത്. പക്ഷെ നമ്മളവിടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വിമർശിച്ചതിൽ നമ്പർ 1 യൂദയാ. ആമേൻ. അപ്പൊ അവനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്, അവൻ കള്ളനാകിയാലും പണത്തോടുള്ള അമിതമായ ആഗ്രഹം അവനുള്ളത് കൊണ്ടും
ഒരു കാര്യം ഓർത്തോണം, വിമർശിക്കുന്നവരെല്ലാം വിശുദ്ധരാണെന്നും വിമർശിക്കപ്പെടുന്നവർ അശുദ്ധരാണെന്നും തെറ്റിദ്ധരിക്കരുത്. ആര് വിമർശിച്ചാലും അവന് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ത് എന്ന് ചോദിച്ചാൽ പണം തന്നെയാണ് അവന്റെ ലക്ഷ്യം. ആമേൻ. നിങ്ങളൊരു നല്ല ഹല്ലേലൂയ പറയും എന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. വിമർശിക്കപ്പെടുന്നവർ, ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ദൈവഭൃത്യൻ എന്നുള്ള നിലയിൽ ഇവിടെ ബഹുമാന്യ കർത്തൃദാസൻ പറഞ്ഞ എൻ്റെ മേലുള്ള അഭിഷേകവും അധികാരവും വെച്ച് ഞാൻ പറയട്ടെ, വളരേണ്ടതൊന്നും വിമർശനം കൊണ്ട് മുടിഞ്ഞിട്ടില്ല, മുടിയേണ്ടതൊന്നും പ്രശംസ കൊണ്ട് വളർന്നിട്ടുമില്ല എങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ അടിച്ച് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കും. ഈ സഭയുടെ സ്ഥാപകൻ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. വളരെ നിഷ്കളങ്കമാണ് എന്ന് തോന്നും ഈ വിമർശനം കേട്ടാൽ. ഹല്ലേലൂയ. അവൻ നമ്മുടെ അരുമനാഥനെ ഒറ്റിക്കൊടുത്തു എന്നുള്ളത് ഓർത്തോണം. ഇവരൊക്കെ ഒരു ദിവസം ഒറ്റിക്കൊടുക്കും. അവൻ്റെ വ്യക്തമായ അജണ്ടയുണ്ട്. എന്നാൽ പിശാചിൻ്റെ അജണ്ടയ്ക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നവനല്ല, ചങ്കിലെ ചോര തന്ന് നമ്മെ വീണ്ടെടുത്തവൻ. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവനാണ് നമ്മുടെ ശക്തി സ്രോതസ്. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനയോട് കർത്താവിൻ്റെ റെസ്പോൺസ് 2-3 കാര്യങ്ങൾ. പ്രധാനമായി അദ്ദേഹം പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. സിംഹാസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതൊന്നും ഒരു വലിയ പരാജയമൊന്നുമല്ല. നമ്മളെല്ലാം മനുഷ്യരുടെ നമ്മുടെ എല്ലാ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ ഉണ്ട്. വിമർശിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ആ മറ്റേ ലിസ്റ്റിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യത്തിൽ റാഹേലിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നീ എനിക്ക് മക്കളെ തരൂ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് റാമയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. എന്താണത്? റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. ഒരു നാൾ നീ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ, നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ, നീ അതിനു വേണ്ടി ഒരുപക്ഷെ നിലവിളിക്കേണ്ടി വരും. ആകയാൽ എനിക്കും നിങ്ങൾക്കും ലക്ഷ്യം വെക്കേണ്ടത്, കഴിഞ്ഞ രാത്രിയിൽ ബഹുമാന്യനായ രാജു ആനിക്കാട് പാസ്റ്റർ പറഞ്ഞതുപോലെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് മടങ്ങി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് നമ്മൾ അവനോട് സദൃശ്യന്മാരായി തീരും. ഹല്ലേലൂയ. എൻ്റെ സമയം അതിൻ്റെ സമാപ്തിയിൽ ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയുടെ മറ്റൊരു 2 കാരണങ്ങൾ കൂടെ കർത്താവ് പറയുന്നുണ്ട്. ഞാനത് ഇന്ന് രാത്രിയിൽ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ സമാപിപ്പിക്കുന്നതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഈ ചോദിച്ച വ്യക്തികളിൽ യോഹന്നാനും ശലോമയും ക്രൂശിൻ്റെ സമീപത്ത് ഉണ്ടായിരുന്നു. യാക്കോബ് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി രക്തസാക്ഷിയാകുവാൻ അവിടെ ഉണ്ടായിരുന്നു. നിന്റെ ചോദ്യമല്ല പ്രശ്നം, നിന്റെ ലക്ഷ്യമാണ് പ്രശ്നം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കുന്നതിന് മുന്നമേ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ഉയർത്തപ്പെട്ട ഒരു സിംഹാസനമുണ്ട്, അത് ക്രൂശാണ്. അവനെ അണിയിച്ചിരിക്കുന്ന ഒരു രാജവസ്ത്രമുണ്ട്, അത് അവൻ്റെ എതിരാളികൾ അവനെ അപമാനിക്കുന്നതിന് വേണ്ടി ധരിപ്പിച്ചതാണ്. നമ്മുടെ കർത്താവ് അണിഞ്ഞിരിക്കുന്ന ഒരു കിരീടമുണ്ട്, അത് മുൾക്കിരീടമാണ്. അത് മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. മോശ മരുഭൂമിയിൽ പിത്തളസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ.